പ്രൈസ് വരുന്നത് 18,000 സംതിങ് പ്ലസ് 2,000 രൂപ ഷിപ്പിംഗ്, അങ്ങനെ ഏകദേശം 20,000 രൂപ. ലാഡറിൻ്റെ പ്രൈസ് നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 4,000. അപ്പനോടൊന്ന് ആദ്യമേ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് വണ്ടിയുടെ, അപ്പന് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരിയർ എല്ലാം വെച്ചിട്ട് അപ്പനാണ് കേട്ടോ ഉദ്ഘാടന ഡ്രൈവ്. ഹായ്, ഐ ആം പ്രിൻറ്റോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിംനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ആക്സസറീസുകളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും അവരവരുടെ വണ്ടിയിലെ പണികളും അത്യാവശ്യം എല്ലാ പണികളും സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നാളൊക്കെ പുറത്തുള്ള കടകളിലൊക്കെ കൊടുത്തിട്ടാണ് ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കും തന്നെത്താനും നമ്മുടെ വണ്ടികളിലുള്ള സാധനങ്ങളൊക്കെ തന്നെത്താനും ഒന്ന് ഫിറ്റ് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ വണ്ടിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് തന്നെത്താനൊന്ന് ഫിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി നോക്കാം കേട്ടോ. ചെയ്യാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ജീപ്പൊക്കെ എടുത്തിട്ട് കുറേ ദിവസങ്ങളായിട്ടോ. അതിൻ്റെ സ്റ്റിയറിങ്ങിലൊക്കെ നോക്കി മൊത്തം പൂപ്പലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഒറ്റയടിക്ക് സാധനം സ്റ്റാർട്ടായല്ലോ. ജീപ്പ് അങ്ങനെ ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എൻഡവറും അധികം ഓട്ടോ ഇല്ലായിരുന്നു. ജിംനി വന്നേ പിന്നെ എല്ലാവരും ജിംനിയിലായിരുന്നു കേട്ടോ യാത്ര മൊത്തം. എൻഡവറും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചെറിയൊരു ബാറ്ററിയുടെ ഒരു ഇത് തോന്നുന്നുണ്ട്. ജീപ്പ് ഒറ്റയടിക്ക് സ്റ്റാർട്ടായി. നമ്മുടെ വൈപ്പർ ഫ്ലൂയിഡ് ലോ ആണ്, ടയർ പ്രഷർ ലോ ആണ്, ഫ്യൂല് ലോ ആണ്, എല്ലാം ലോ ആണല്ലോ. അപ്പം നമ്മുടെ ഫ്യൂല് ലോ ആയപ്പോഴത്തേക്കിൻ്റെ ഡിസ്പ്ലേയിൽ കളർ തന്നെ മാറിയിരിക്കുന്നത് കണ്ടോ. ഒരു വാണിങ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മ എന്തിനാ എന്നോട് പടകൂടാൻ വരുന്നേ? അമ്മ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല വണ്ടിയിൽ വെക്കുന്നത്. വണ്ടിക്കൊരു ക്യാരിയർ, നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ടെൻറ്റും നമ്മുടെ കസേരകളും ഒക്കെ വണ്ടിക്കകത്ത് വെക്കാനുള്ള സ്ഥലം വേണ്ടേ. അത് വണ്ടിക്കകത്ത് മോളിൽ വെക്കാനായിട്ടുള്ള ക്യാരിയർ ആവശ്യമുള്ള സാധനങ്ങളല്ലേ. പിന്നെ അതിലേക്ക് കയറാൻ ഒരു ലാഡർ, എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ വണ്ടി കമ്പനിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കുന്ന രീതിയിലാണ് ഒരു വണ്ടി ഇറക്കി വിടുന്നത്. അതിൽ നമ്മുടെ ഉപയോഗത്തിന് പറ്റിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ആഡ് ഓൺ ചെയ്യണം. ഇപ്പം മമ്മി ഇപ്പൊ ട്രാക്ടറൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ കണ്ടത്തിൽ പുല്ല് വെട്ടുന്നവർക്കാണെങ്കിൽ പുല്ല് വെട്ടുന്നൊരു സാധനം വെക്കും. അത് ഉഴുതു മറിക്കാനാണെങ്കിൽ അങ്ങനെ ഒരു സാധനം വെക്കും. മരം വെട്ടാനാണെങ്കിൽ അല്ലെ അങ്ങനെയുള്ള ഓരോന്നിനും ഓരോ അറ്റാച്ച്മെന്റ് ആണ്. ഇപ്പൊ ജെയ്സി ഇവിടെ കൈയൊക്കെ മാറ്റിയിടുന്ന കാര്യം നമ്മളതിന് നാട്ടുകാർക്കും ദോഷം ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. ഒരു കാര്യമല്ല ആർക്കൊക്കെ. അപ്പോൾ ശരി, ഞാൻ എൻ്റെ പണിക്ക് ആക്കി പോട്ടെ. ഇവിടെ നിന്ന് സംസാരിച്ച് എൻ്റെ പണിയെടുക്കല. കാപ്പി ഞാൻ എടുത്തോളാം. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം നമ്മളെടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ വന്നിരിക്കുമായിരുന്നു. ഞാൻ പോകുന്ന അന്ന് തന്നെയാണ് നമ്മുടെ സാധനങ്ങളും വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയായിരുന്നു. നമ്മുടെ ലാഡർ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴെ ഒരു ചെറിയൊരു കണക്ഷൻ വന്നിട്ടുണ്ട്. ഡോറിൻ്റെ ടോപ്പിൽ കണക്ട് ചെയ്യാനായിട്ട് 2 പോയിൻറ്റ്, പിന്നെ അതിന് വേണ്ട നട്ട്സും ആണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാ നട്ടും ബോൾട്ടും ഇടുമ്പോഴത്തേക്കും നമ്മൾ ത്രെഡ് ലോക്കറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടി ഇത്ര ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ. അപ്പോൾ അതൊക്കെ ലൂസ് ആകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലാഡർ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾ കൂടി സ്ക്രൂ ഡ്രൈവറൊക്കെ തിരിക്കുന്നുണ്ട്. കൈയുടെ ഫോറാം മസിൽസൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. വിട്ടുപോയോ? ആ സൈഡിൽ നിന്ന് ഊരി പോകുന്നല്ലേ. അപ്പോൾ ഒന്നുകൂടെ അടിക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇടയ്ക്ക് അഴിക്കുക ഫിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ലാഡർ ഫിറ്റ് ചെയ്യാനുള്ളതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു 1 2 3 4 5 6 നട്ട് ടൈറ്റ് ചെയ്യേണ്ട കാര്യം ഉള്ളൂ കേട്ടോ അതിനകത്ത്. പക്ഷേ നമ്മുടെ ഈ ത്രെഡ് ലോക്കറൊക്കെ ഇട്ട് അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് ഒരാളുടെ ഹെൽപ്പും കൂടെ വേണം. അതുകൊണ്ട് ഡാഡിനെ കൂടെ വിളിച്ചു.
ഒരു അരമണിക്കൂറിൻ്റെ പണിയുണ്ട് കേട്ടോ. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഇത്ര നട്ടിട്ടാൽ മതി. ഇനി നമുക്ക് ക്യാരിയർ ഉണ്ട്, അത്രയും വലിയ സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വലിയ ബോക്സിൽ ഫുള്ള് ക്യാരിയർ, അതിൻ്റെ താഴത്തിരിക്കുന്ന ചെറിയ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ആണ്. അപ്പോൾ അത് നല്ല സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുന്നുള്ളത് കേട്ടോ. ജിംനിയുടെ അടുത്തൊരു പോരായ്മ പരിഹരിക്കാൻ പോവുകയാണ്. അവിടെ തുറന്ന ഐഡി നമ്മുടെ ഒരു ആംറെസ്റ്റാണ്. അത് നമ്മുടെ ബോട്ടിൽ ഹോൾഡറിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കാൻ മാത്രമേ ഉള്ളൂ. ആ കവറങ്ങ് മാറ്റിക്കുക വേണ്ടി, അതിൻ്റെ ആ കവറങ്ങ് തുറന്നു, പ്ലാസ്റ്റിക് കവറങ്ങ് തുറന്നു. ആ കവറങ്ങ് വലിച്ചു കയറിക്കോ, ഇനി അതുകൊണ്ട് ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ആംറെസ്റ്റ്. നമ്മുടെ ബോട്ടിൽ ഹോൾഡറിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഇത് ഇറക്കി വെക്കുക. അല്ല, അടിപൊളി ഒരു ആംറെസ്റ്റ്. ഇതിൻ്റെ ടോപ്പിലത്തെ ഇത് ലെതർ വല്ലതും ആണോ? കുഷ്യൻ എഫക്റ്റ് ആണല്ലോ. ചെറിയൊരു കുഷ്യൻ എഫക്റ്റ് ഉണ്ട്. അതിൻ്റെ കാരിയറിൻ്റെ ഫിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ 2 ബോക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ അകത്ത് നമ്മുടെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ നട്ട് ബോൾട്ട് കാര്യങ്ങളൊക്കെ, എൻ്റെ അമ്മ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. കവറ് പൊട്ടി ഒരു നട്ടൊക്കെ പുറത്തേക്ക് ഓടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് വന്നതിൻ്റെ അടിയിൽ 2 ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ ഞാനിപ്പോൾ തൽക്കാലം പറിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ബോട്ടിൽ ഹോൾഡർ, ഇതിലുള്ള ബോട്ടിൽ ഹോൾഡറിൻ്റെ അകത്തൊരു കുപ്പി വെള്ളം വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വണ്ടിക്കകത്ത് നമുക്ക് ആപ്പാട് ബോട്ടിൽ വെച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ അകത്തായിരുന്നു. പുതിയ ഹാൻഡ് റെസ്റ്റിൻ്റെ ഇതുണ്ടല്ലോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ അടിയിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിലൊന്ന് തുറന്ന് എടുക്കണം, 2 ബോട്ടിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അത് പിന്നെ പറിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ മാറ്റി വെച്ചു. അത്യാവശ്യം കൈ ഇരുന്നോളൂ, കുഴപ്പമില്ല. നമ്മൾ അധികം ലോഡൊന്നും നമുക്ക് കൊടുക്കുന്നില്ലല്ലോ, ജസ്റ്റ് ഒരു കൈക്കുള്ള സപ്പോർട്ട് മാത്രം മതിയല്ലോ. അപ്പോൾ അതും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും വലിയ സാധനം, ഇത്രയും വലിയ സാധനം ഫുൾ, അതിനകത്ത് കുറേ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. അതും നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ക്യാരിയറിൻ്റെ ബോക്സ് അൺബോക്സിംഗ് ആണ്. അടി അങ്ങോട്ട് വലിച്ചു നോക്കി, കൈ നോക്കണേ. സിസ് നൈഫാണ്, നല്ല ഷാർപ്പാണ്. അങ്ങനെ വലിച്ചപ്പോൾ പ്ലാസ്റ്റിക് ജസ്റ്റ് അനക്കി ഒന്ന് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാരിയർ നല്ല അടിപൊളി പാക്കറ്റിലാണ് കേട്ടോ, നല്ല പ്രോപ്പറായിട്ട് പാക്ക് ചെയ്താണ് അയച്ചിരിക്കുന്നത്. ക്യാരിയർ ഫിറ്റ്മെൻറ്റിലെ ഏറ്റവും ഒരു പാടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തായാലും ഒരു ഇലക്ട്രിക് ഡ്രില്ല് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്പാനർ വെച്ചിരിക്കുകയാണെങ്കിൽ ഒത്തിരി സമയം നമ്മൾ പോകും കേട്ടോ. അപ്പോൾ എൻ്റെ ആ ബിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബിറ്റ് മേടിക്കാൻ പോയി, കുറച്ച് സമയം അങ്ങനെ പോയി. പിന്നെ നമ്മുടെ വണ്ടിയുടെ വിഡ്ത്ത് നടുക്ക് കൂടുതൽ, ഫ്രണ്ടിലും ബാക്കിലും കുറച്ച് കുറവാണ്. 52.5 ഫ്രണ്ട് നടുക്ക് വരുന്നത്, 50.5 ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഈ കാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് വെച്ച് നോക്കണം പ്രോപ്പറാണ് ലെങ്ത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ ക്യാരിയറിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് ഇങ്ങനെ ഒരു കവർ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് അതൊരു നട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് തിരിക്കണമെങ്കിൽ സ്പാനർ ഇട്ടും പറ്റുകയില്ല. അപ്പോൾ പ്രോപ്പർ ഇത് നമ്മളിൽ ഇലക്ട്രിക് സാധനം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഊരാനും ഇടാനും പറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഇന്നെങ്ങാനും തീരുമോ? ഇന്നെങ്ങാനും തീരുമെന്നല്ലേ? ഇത് ഇന്നെങ്ങാനും തീരുമോ? എന്തായാലും തീർന്നിട്ട് എന്ന് കിടക്കുന്നു. ഒരു ചുരിദാർ തയ്ക്കുന്നേക്കാളും പാടാട്ടോ. നല്ല എക്സാമ്പിൾ കേട്ടോ, നല്ല കമ്പാരിസൺ അല്ലേ? വെറുതെ പെണ്ണുങ്ങളെ കുറ്റം പറയും. അതെ അതെ. ഇന്നലെ നമ്മുടെ പരിപാടികളൊന്നും തീർന്നില്ല. കുറേ നട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാണ്ടായിരുന്നു. ടൈറ്റ് ചെയ്യണം മാത്രമല്ല, ഇത് എങ്ങനെ വെക്കണം ആദ്യമായിട്ട് പണിയെടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഐഡിയ വേണമല്ലോ. പിന്നെ ഇതെല്ലാം അളവെടുത്ത് ടൈറ്റ് ചെയ്തപ്പോഴാണ് ഓർത്തത്, ഇത് വണ്ടിയുടെ മുകളിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് അളവെടുത്ത് മീൻസ് ആ ഒരു അളവിൽ വെച്ചിട്ട് ചെയ്യാമല്ലോ എന്നൊരു ഓർമ്മ വന്നത്. പക്ഷെ അന്നേരത്തേക്ക് ഞാൻ ഓൾറെഡി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അപ്പനെ വിളിച്ചിട്ടുണ്ട്, അപ്പനോട് വന്നിട്ടുണ്ട് പൊക്കിയെടുത്ത് ഒന്ന് മുകളിലോട്ട് വെക്കാനായിട്ട്. ഫൈനലി നമ്മൾ അപ്പൻ്റെ സഹായത്തോടു കൂടി ക്യാരിയറെല്ലാം മുകളിൽ വെച്ച് പ്രോപ്പർ അലൈൻമെൻറ്റിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വാട്ടർ ചാനലിലാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ക്യാരിയറിൻ്റെ ലെഗ് വരേണ്ടത്.
അപ്പോൾ നമ്മൾ നിലത്ത് വെച്ച് ടൈറ്റ് ചെയ്യുന്നതിന് പകരം കാരിയറിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് നട്ട് ലൂസായിട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. പിന്നെ ഇത് ഏറ്റവും എക്സ്റ്റെൻഡ് ചെയ്ത് വരും. അപ്പോൾ ഈ അറ്റത്തെ നട്ട് നമുക്ക് മെഷീൻ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റാതെ സ്പാനർ ഇട്ട് തന്നെ പിടിക്കണം. അതാണ് പപ്പനെ ഏൽപ്പിച്ചേക്കുന്നത്. നമ്മുടെ പരിപാടി കഴിഞ്ഞില്ല, കുറച്ചുകൂടെ കഴിയാനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പനെ വിശക്കുവാന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ചു. അല്ലേടി? അപ്പൻ്റെ വീട് കൊണ്ട് നമ്മളൊന്ന് എസ്കേപ്പ് ആയതാട്ടോ. നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അമ്മ എന്നെ കഴിക്കാനുള്ള പുട്ടുണ്ട്, കോഴിക്കറിയുണ്ട്, പിന്നെ പിടിയുണ്ട്, ഇതെന്നെ ആഘോഷമാണോ? ആഘോഷമൊന്നുമില്ല, പിടി ആണോ? എന്നാ പിടിയും ഉണ്ടാക്കി പിറ്റേ ദിവസം കഴിക്കണം നല്ലതെന്ന് പറഞ്ഞു. ആണോ? ഇവിടെ പിറ്റേ ദിവസം വരെ ഒന്നും ഇരിക്കാറില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ബാക്കി പരിപാടികൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇനി ഒരു അരമണിക്കൂറിൻ്റെ പണിയുണ്ട്. അപ്പോൾ 10 മണി നന്നായിട്ട് വെക്കാനും തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണാം. അമ്മേ, പല്ലിൻ്റെ ബലമൊക്കെ നോക്കി കടിക്കണം കേട്ടോ. നാടൻ കോഴിയിൽ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ ആ നാടൻ തീർന്നാ? പല്ലൊക്കെ സ്ട്രോങ് ആണോ? അപ്പൻ്റെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ഫൈനൽ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഇതുപോലെ ബിംബ്രയുടെ ഒരു കവറും കൂടെ വെക്കുവാണ്. അപ്പോൾ കവർ വെക്കാനുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരിയർ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഈ നട്ടിടാനുള്ള സ്പോട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഫ്രണ്ടിൽ ആ 2 നട്ടിടാനുള്ള സ്പോട്ട് കണ്ടു ആ കമ്പിയുടെ അടിയിലായി പോയി. അപ്പോൾ നമുക്ക് ക്യാരിയർ മൊത്തത്തിലൊരു കുറച്ച് അങ്ങോട്ട് നീക്കേണ്ടി വരും. അങ്ങനെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ക്യാരിയറിൻ്റെയും വണ്ടിയുടെ ആക്സസറീസിൻ്റെ എല്ലാ പരിപാടികളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണണ്ടേ? ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ടോപ്പിൽ നമ്മുടെ ഒരു ജെറിക്ക, നമ്മുടെ ഒരു ഫ്രഷ് വാട്ടറിൻ്റെ ഒരു ടാങ്ക് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൻ്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ? അതായത് നമ്മൾ ഇവിടെ ഇപ്പോൾ നട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് നട്ടിടാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല. ഒരു കുറച്ച് അങ്ങോട്ട് മാറണമായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസ് ഇനി മൊത്തം കൂടെ അഴിച്ചു പണിയാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒരു പ്രോപ്പർ ഒരു വയറിട്ട് അങ്ങ് കെട്ടി വെച്ചിട്ടുണ്ട്. നട്ടിടാൻ പറ്റിയില്ല. നമുക്ക് കാണുമ്പോഴൊരു ഭംഗി വന്നില്ല. ജസ്റ്റ് ആ കവറിൻ്റെ ഒരു ഭംഗിക്കായിരുന്നു ആ നട്ട്. അപ്പോൾ അത്രയും മുകളിൽ കയറിയാൽ കാണാൻ ഞാൻ അത് മൊത്തം അഴിക്കണ അരി ഉറക്കുമ്പോൾ പറ്റാത്തതുകൊണ്ട് ആ സൈഡ് ഈ സൈഡ് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അടി കെട്ടിയിട്ട് വീണ്ടും അഴിച്ചോ? നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആണെന്ന് വെച്ചാൽ ഇനി കുറേ സംഭവങ്ങൾ നമ്മളിപ്പോൾ ലാഡറും ക്യാരിയറും ഹാൻഡ് റെസ്റ്റും മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ലൈറ്റ്സ് കാര്യങ്ങൾ, നമ്മൾ ക്യാമ്പിംഗ് ലൈറ്റ്സ്, റോക്ക് ലൈറ്റ്സ്, ഫോഗ് ലൈറ്റ്സ് അതൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ആ പരിപാടിയെല്ലാം കണ്ട് നമുക്ക് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റില്ല. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇതെല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈറ്റ്സ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഒരു ഇതിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. പയ്യെ ഇങ്ങനെ നമുക്ക് ഓരോന്നും ബിൽഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്യാരിയറും ലാഡറും വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി എങ്ങനെയുണ്ടെന്നുള്ളൊരു അഭിപ്രായം, വിലയേറിയ അഭിപ്രായം എല്ലാവരും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരിയറൊക്കെ വെച്ചേക്കുന്ന കാര്യം, നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ ഒന്ന് നമുക്ക് ക്യാമ്പിങ്ങിന് യൂസ് ചെയ്യും, 2 നമ്മുടെ പറമ്പിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ തൂമ്പ കൊണ്ടുപോകാനും നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ചക്കയും മാങ്ങയും കപ്പയും ഇതൊക്കെ നമുക്കൊന്ന് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ചെളിയും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ വണ്ടിയുടെ ടോപ്പിൽ സുഖമായിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിനൊക്കെയാണ് നമ്മുടെ ക്യാരിയറിന് നമ്മുടെ പർപ്പസ് വരുന്നത്. പിന്നെ നമ്മുടെ ക്യാമ്പിങ്, നമ്മുടെ കയാക്കും സൈക്കിളൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ക്യാരിയർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് ഇങ്ങോട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ക്യാരിയർ എല്ലാം വെച്ചിട്ട് അപ്പനാണ് കേട്ടോ ഉദ്ഘാടന ഡ്രൈവ്. അപ്പനോടൊന്ന് ആദ്യമേ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ട് വണ്ടിയുടെ, അപ്പന് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ചോദിച്ചു നോക്കാം കേട്ടോ. ഡാഡി, ക്യാരിയർ വെച്ചിട്ട് ഡാഡിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? വണ്ടി കാണാനുള്ള വ്യത്യാസം എന്തെങ്കിലും? പണ്ട് നമ്മൾ തന്നെ ഈ കുഞ്ഞിപ്പിള്ളേരെ കൂട്ട് അറിയാവുന്ന പിള്ളേരൊക്കെ ഇപ്പൊ രസമുണ്ട്. ബുലോറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനം ഇല്ലാത്തപ്പോ ഒരു വൃത്തികേടല്ലായിരുന്നു. ഡാഡിക്ക് എന്തെങ്കിലും ക്യാരിയർ കൊണ്ട് എന്തെങ്കിലും പറമ്പിൽ എന്തെങ്കിലും പർപ്പസ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും സാധനങ്ങൾ കയറ്റിയിടാം. ചക്ക മാങ്ങ തേങ്ങ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കയറി അതിനകത്ത് കയറ്റുണ്ടല്ലോ. ചാക്കിനകത്ത് മുകളിലേക്ക് വെച്ചാൽ മതി. എളുപ്പമായല്ലേ? പൊക്കം കുറവേണ്ട സൈഡിൽ നിന്ന് നമുക്ക് എടുത്ത് മുകളിലോട്ട് വെക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ കോണിയും വെച്ചിട്ടുണ്ട്. ലാഡർ ഉള്ളതുകൊണ്ട് അതിലേയും കയറാം നമുക്ക്. മുകളിൽ കയറി കെട്ടി വെക്കണമെങ്കിൽ ഇവിടെ കയറി പോകാൻ എളുപ്പമുണ്ട്. അത്
അതിന് ചെറിയ വണ്ടി കാരണം നമുക്ക് എളുപ്പമുണ്ടല്ലോ എല്ലാ സാധനവും കയറ്റിയിടാം. മറ്റേ വണ്ടിക്ക് മുകളിലേക്ക് കത്തിയിട്ട് പാടില്ല. ആ, അപ്പോൾ നമ്മുടെ ക്യാരിയറിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ബിംബ്രയുടെ ക്യാരിയറാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നത് 100+ kg അതിൻ്റെ അകത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മൈൽഡ് സ്റ്റീലാണ്, പൗഡർ കോട്ടഡ് ആണ് കേട്ടോ അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 18,000 സംതിങ് പ്ലസ് 2,000 രൂപ ഷിപ്പിങ്, അങ്ങനെ ഏകദേശം 20,000 രൂപ അടുത്താണ് ക്യാരിയറിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ലാഡറിൻ്റെ പ്രൈസ് നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 4,000 റുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ലാഡർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ സാധനം കിട്ടും. പിന്നെ ഒരു കൂപ്പൺ കോഡും കൂടെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിൽ ചെറിയ ഡിസ്കൗണ്ട് കൂടെ അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അത് ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരുടെ അടുത്ത് ഫോഗ് ലാമ്പും ബാക്കി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്കിനി ബാക്കി കാര്യങ്ങൾ ഹാൻഡ് റെസ്റ്റിനും 4,500 രൂപയാണ് ഹാൻഡ് റെസ്റ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം താഴെ കൊടുക്കുന്ന കോൺടാക്ട് നമ്പർ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. കൂപ്പൺ കോഡും കൂടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊരു അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത അപ്ഗ്രേഡുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.